100% തോറ്റ മത്സരമാണ് പഞ്ചാബ് ഇന്ന് തിരിച്ചുപിടിച്ചത്. ഒരു ലോ സ്കോർ ത്രില്ലിംഗ് മത്സരമെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പഞ്ചാബ് ആകെ കൂടി 111 റൺസ് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതുപോലും മറികടക്കാൻ കൊൽക്കത്തയ്ക്ക് സാധിച്ചില്ല. 95 റൺസിൽ കൊൽക്കത്ത ഓൾ ഔട്ടായി. പഞ്ചാബ് കളി ജയിക്കാൻ കാരണം അത് ചഹലാണ്. ചഹൽ ഇന്ന് മാൻ ഓഫ് ദി മാച്ച് വാങ്ങി. വലിയ സത്യങ്ങളാണ് തുറന്നു പറഞ്ഞിരിക്കുന്നത്. ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇത്രയും ആവേശകരമായ മത്സരം ഈ IPL ഉണ്ടായിട്ടില്ല. കൊൽക്കത്ത ജയിച്ചു എന്ന് നേരത്തെ എല്ലാവരും വിധിയെഴുതി. എന്നാൽ അവസാന നിമിഷമാണ് പഞ്ചാബ് കളി തിരിച്ചു പിടിച്ചത്. ഇന്ന് മാൻ ഓഫ് ദി മാച്ച് വാങ്ങി ചഹൽ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: എനിക്ക് പോലും ഇത് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ഞങ്ങൾ കളി തോറ്റുവെന്ന് നേരത്തെ ഉറപ്പിച്ചതായിരുന്നു. കാരണം ഞങ്ങൾക്ക് കുറച്ച് റൺസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എങ്കിലും അവസാന നിമിഷങ്ങളിൽ കളി ഞങ്ങൾക്ക് ജയിക്കണമെന്ന ഒരു ആവേശം തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് മികച്ച ബൗളിംഗ് കാഴ്ചവെച്ചത്. പണ്ട് ഞാൻ രാജസ്ഥാൻ ടീമിലായിരുന്നു. ആ സമയത്ത് ഇതുപോലെ ഒരുപാട് മത്സരങ്ങൾ ഞങ്ങൾ തിരിച്ചു പിടിച്ചിട്ടുണ്ട്. അതെല്ലാം സഞ്ജുവിന്റെ തന്ത്രങ്ങളായിരുന്നു. അതേ ടെക്നിക്കാണ് ഞാൻ ഇന്ന് പഞ്ചാബ് ടീമിൽ പയറ്റിയത്. അത് വർക്കാവുകയും ചെയ്തു. എനിക്ക് ആദ്യമേ നന്ദി പറയേണ്ടത് സഞ്ജുവിനോടാണ്. അതുപോലെ പഞ്ചാബിന്റെ ക്യാപ്റ്റൻ ശ്രേയസിനോടും. ശ്രേയസ് എനിക്ക് നല്ല സപ്പോർട്ടാണ് തന്നത്. ഒരു ബൗളേഴ്സ് മികച്ച രീതിയിൽ പന്തെറിയണമെങ്കിൽ ക്യാപ്റ്റന്റെ ഭാഗത്തു നിന്ന് നല്ല സപ്പോർട്ട് ആവശ്യമാണ്. എനിക്കത് ഇന്ന് കിട്ടി. കളി ഒരിക്കലും ഞങ്ങൾ ജയിക്കുമെന്ന് വിചാരിച്ചില്ല. കളി ജയിച്ചതിൽ സന്തോഷമുണ്ടെന്നും വരാൻ പോകുന്ന മാച്ചിൽ ഇതേ കളി ആവർത്തിക്കുമെന്ന് ചഹൽ വ്യക്തമാക്കി. ചഹലിനെ വിട്ടുകൊടുത്തത് രാജസ്ഥാൻ ടീമിന് നഷ്ടം തന്നെയാണ്. അതുപോലത്തെ പ്രകടനമാണ് ചഹൽ ഇന്ന് കാഴ്ചവെച്ചത്. 4 വിക്കറ്റാണ് ചഹൽ ഇന്ന് എടുത്തത്. കൊൽക്കത്ത ജയിച്ചു എന്ന് എല്ലാവരും കരുതി. എന്നാൽ അവസാന നിമിഷമാണ് കളി തിരിഞ്ഞത്. പഞ്ചാബ് 16 റൺസിനാണ് കളി ജയിച്ചത്. കൊൽക്കത്ത 95 റൺസിൽ ഓൾ ഔട്ടായി. ആർക്കും തന്നെ പഞ്ചാബ് വിജയിച്ചു എന്ന് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. അതുപോലത്തെ ലോ സ്കോർ ത്രില്ലിംഗ് മത്സരമായിരുന്നു ഇന്നത്തേത്. കളി കണ്ടവർ പോലും ഒന്ന് അത്ഭുതപ്പെട്ടു. അപ്പോൾ ഇന്നത്തെ കളിയെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.